ജാസ്മിനാണ്. റീസൺസ് ഇത്തവണത്തെ ജയിൽ നോമിനേഷൻ വന്നിരിക്കുകയാണ്. നോമിനേഷനിൽ ജാസ്മിൻ ആണ് ഉള്ളത്. അപ്പോൾ റീസൺസ് ചോദിക്കുമ്പം റീസൺ പറയുന്നത് ഗ്യാസ് സ്റ്റവിൻ്റെ പ്രശ്നത്തിൽ ഇഷ്യൂ ഉണ്ടാക്കിയതാണ്. അതാണ് ഒരു റീസൺ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ റീസൺ പറഞ്ഞിരിക്കുന്നത് ഗസ്റ്റിന് മുന്നിൽ ബാഡ് വേർഡ് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാര രീതികൾ വാക്ക് ജാസ്മിൻ ഉപയോഗിച്ചത് ഊളകൾ എന്നാണ്. അപ്പോൾ ഈ രണ്ട് റീസൺ കൊണ്ടാണ് ജാസ്മിന് ജയിൽ നോമിനേഷൻ വന്നിരിക്കുന്നത്. പേരാണ് ബിക്കോസ് ഋഷി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആണ്. അടുത്ത വ്യക്തിയുടെ പേര് എല്ലാവരും ഋഷിയാണ് നിർദ്ദേശിച്ചത്. സിജോയൊക്കെ പറയുന്നുണ്ട് ഋഷിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ഒരു കളിപ്പാവ പോലെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഋഷിയെയാണ് സിജോ നോമിനേറ്റ് ചെയ്തത്. അതായത് ഒരു HR ഞാൻ HR വർക്ക് ചെയ്താണ്. അർജുനും ഋഷിയെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ലെവലിലുള്ള ഒരു ക്വാളിറ്റി പെർഫോമൻസും ഋഷി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അടിമയായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയ ഋഷിയെ നോമിനേറ്റ് ചെയ്തു. ജാസ്മിൻ പറയുന്നത് പവർ റൂമിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ, അത് പറ്റാത്തത് കൊണ്ട് പവർ റൂമിൻ്റെ അടിമയാണ് എന്ന് എനിക്ക് തോന്നി ഋഷി തന്നെയാണ് എന്നാണ് ജാസ്മിനും പറയുന്നത്. അതേപോലെ തന്നെ അപ്സര, ശരണ്യ, ശ്രീരേഖ, സായി, ജിൻഡോ ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഋഷിയെയാണ്. ഒറ്റക്കിടന്നാലും കുഴപ്പമില്ലായിരുന്നു ബിഗ് ബോസ്. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ശിക്ഷ വേണ്ടേ? നിന്റെ ശിക്ഷ. അങ്ങനെ ഋഷിയും ജാസ്മിനും ഇനി ജയിലിൽ ഒരു പോലും കാണിക്കില്ല.